ഇവരുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും പിന്നെ ഇവർ അപ്പാപ്പിമാരെല്ലാം അവിടെ വന്ന് ഇത് കൂട്ടി ചോദിക്കാൻ വേണ്ടി, ഇത് സംഭവം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കൂട്ടി ചോദിക്കാൻ വേണ്ടി വന്നപ്പം രതീഷ് വന്നിട്ട് താക്കോലും ഫോണും വണ്ടി അവിടെ വെച്ചിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയി. ഒരു 12 മണി വരെ നോക്കി നിന്നിട്ട് രതീഷിനെ കണ്ടില്ല. ഇവർ പറഞ്ഞു ഈ സുനിതനെയും പിള്ളേരെയും കൂടെ വീട്ടിൽ കൊണ്ടുപോക്കോ. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞാൽ ഇവൻ കൊല്ലുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ രതീഷ് അവിടെ അങ്ങോട്ട് പാത്തിരിക്കുമായിരുന്നു. ഓടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഞാൻ രതീഷമ്മി വഴക്കുണ്ടായി. അനാവശ്യം പറഞ്ഞ് അതിനകത്ത് വന്ന് വെച്ച് തല്ലി ഞാൻ രതീഷിനെ. അങ്ങനെ ഇവരോടൊന്ന് വീട് മാറിപ്പോവായിരുന്നു. ഇവരെല്ലാവരും കൂടെ വീട് മാറിപ്പോയോ? ഇല്ല, വിട്ടു കൊടുക്കുന്നില്ല. എനിക്ക് ഞാൻ ജീവിക്കുന്ന അവളെ ഓർത്താ. അപ്പൊ നമുക്ക് ലതീഷിനെ അഡ്വൈസ് ചെയ്യാനുള്ളത്, അവളെ ഓർത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ചെയ്യുന്ന ഏർപ്പാടുകളല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നുകൊണ്ട് അയാളുടെ ഇന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എനിക്ക് വേണ്ട, നിങ്ങളുമായിട്ടുള്ള ബന്ധം തീർത്തു എന്ന് മധ്യസ്ഥരുടെ വീട്ടുകാരുടെ മുമ്പിൽ ഉറപ്പിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അനീഷുമായിട്ട് ജീവിക്കുകയോ ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വളർത്തായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കായിരുന്നു. അതിന് മുൻപ് നിങ്ങൾ ഇങ്ങനെ ഒരു എടുത്തിയാടി ഒരു കാര്യം ചെയ്തോണ്ടല്ലേ അനീഷ്? എന്നെ പറഞ്ഞു വിട്ടതാ. പുള്ളി തന്നെ ഇയാളെ വിളിച്ചു വരുത്തി എന്നെ പറഞ്ഞു വിട്ടതാ. അയാൾ പറഞ്ഞു വിട്ടാ നിങ്ങൾ പോവൂ? നിങ്ങൾ ഓരോന്നും പറയുമ്പോ അയാളെ പറയാ. നിങ്ങൾ നാട്ടുകാർ പിടികൂടി എന്ന് പറഞ്ഞപ്പോ അയാളെയും പിടികൂടിയിട്ടുണ്ട്. അല്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അച്ഛന് അമ്മയും ചേട്ടത്തിയും കൂടെ ഇറക്കി വിട്ടു. എന്നിട്ട് പിന്നെ നിങ്ങൾ പറയുന്നു ഞാൻ ഇറങ്ങി പോന്നതാ. പിന്നെ എങ്ങനെയാ ചെല്ലുന്ന? ആദ്യത്തെ ദിവസമേ രതീഷിന്റെ പെങ്ങട ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു. അല്ല, അപ്പൊ മറ്റേ കൊച്ചിന് അറിവില്ലാത്തോണ്ട് അത് പോയത്. അല്ല, കുഞ്ഞു പോയി. അതൊക്കെ കുഞ്ഞുങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ മുട്ടായി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ വേണ്ട അമ്മ മതി എന്ന് പറയും. അതൊക്കെ ഒന്നും പറയണ്ട. പക്ഷേ ഈ 2 വർഷം ഒരമ്മയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സുഖജീവിതത്തിനായിട്ട് ആ കുട്ടിയെ കാണാതിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ. പിന്നെന്തോന്നു മോളോട് മാത്രമായിട്ട് പ്രത്യേക ഒരു പരിഗണന, മോനോട് ഇല്ലാത്ത എന്താ സംഗതി? കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് അനീഷ് അറിഞ്ഞോ? അനീഷ് അറിഞ്ഞിട്ടാണോ വിളിച്ചിട്ട് ഈ പിന്നെ ഞാൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ അങ്ങോട്ട് വരികയാണ്? അത് അനീഷ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പണിസ്ഥലത്ത് തരുന്നായിരുന്നു. ഇല്ല, അങ്ങനെ പറഞ്ഞ് ഞാൻ അയൽവക്കംകാരായിട്ട് അന്ന് ബാങ്കോട്ട് താമസിക്കുക. ബാങ്കോട്ട് താമസിച്ചപ്പോൾ ഇപ്പോൾ സുനിത എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരുവാ, എന്നെ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പോൾ അനീഷ് എന്നെ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞ് ഇവിടെ നാട്ടുകാരോട് എന്നും ബഹളാണ് അയൽവക്കംകാരായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ നോക്കാൻ ബാധ്യതയില്ല, നീ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാനങ്ങ് ഫോൺ കട്ട് ചെയ്ത്. നാട്ടുകാരായിട്ട് ബഹളം ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ബാങ്കോട്ടെ താമസിച്ചപ്പോൾ എന്താ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല ഞാൻ. അല്ല, ഇവര് തമ്മിൽ സംസാരിച്ചോ ഫോണിലൂടെ? കൊച്ചിനെ വിളിക്കുമായിരുന്നു. അല്ല, കൊച്ചായിട്ട് സംസാരിക്കാൻ വിളിക്കും. അപ്പം ഞാൻ ഓർത്തുനിന്ന് കൊച്ചായിട്ടല്ലേ സംസാരിച്ചോട്ടെന്ന് വെച്ചു. അപ്പം കൊച്ചിൻ്റെ ഇവൻ കൊടുക്കത്തില്ല. കൊച്ചുറങ്ങുവാന്ന് പറയും, അല്ലെങ്കിൽ സ്കൂളിൽ പോയെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. ഇടയ്ക്ക് സംസാരിക്കും. പകല മേഡം ഈ മകനെ ഇന്ന് കണ്ടു, ഇവിടെ വന്ന് കണ്ടു. അല്ല, അതിനുശേഷം ഈ 2 കൊല്ലത്തിനിടയ്ക്ക് 2 കൊല്ലമല്ലേ? 2 കൊല്ലമാകുന്നു. 2 കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ടുണ്ടോ? ഇന്നല്ലാതെ. അപ്പം നിങ്ങൾക്ക് മകനെ കാണണം, അയാൾക്ക് മകളെയും കാണണം. നിങ്ങൾക്ക് 2 പേരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. കസ്റ്റഡിയിൽ അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ല സുനിത, അങ്ങനെ ഈ വിട്ടു കൊടുക്കില്ല എന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഈ അച്ഛന് മകളെ കൊടുക്കില്ല എന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അമ്മയ്ക്ക് ഒരു അവകാശം ഇല്ലെന്നാണ് നിങ്ങൾ? അമ്മയുടെ അവകാശങ്ങളുണ്ട്. ആൺകുട്ടിയോ? 2 പേരെ എനിക്ക് വേണം. അപ്പം 2 ഭർത്താക്കന്മാരെ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ പിള്ളേരെ മതി. സംപ്രേഷണം ചെയ്യാത്ത രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും കൊണ്ട് പറഞ്ഞു വിട്ടത് ആ ഒരു മെമ്പറിനെയാണ്, ഞങ്ങളുടെ ഒരു മെമ്പറിനെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്ന രീതിയിൽ പെരുമാറിയത്. അത് നിങ്ങളോട് പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല നിങ്ങൾ ചെയ്തേക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞങ്ങളാരും നിർബന്ധിച്ച് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ആയിരക്കണക്കിന് കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള റിട്ടയർഡ് ജഡ്ജാണ് അദ്ദേഹം. ഇവിടെ ഇപ്പം എഴുതുന്ന ഈ വിധി എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലൊരു അപ്പീൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു കോടതിയിലും കൊണ്ടുവന്ന് കൊടുക്കാനില്ല സുനിത. ഇവിടെ ഇത് തീർപ്പാക്കുന്നത് നിങ്ങൾക്ക്, കുടുംബങ്ങൾക്ക്, സ്ത്രീകൾക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാവട്ടെ. നാളെ ഈ കോടതികൾ തോറും ഇറങ്ങി നടക്കട്ടെ. പേഴ്സണലി ഞാൻ ഒരുപാട് അഫക്റ്റഡ് ആയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ ഞാൻ ഇത്രയും താല്പര്യം എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കോടതികളിൽ കയറി ഇറങ്ങി നടന്നത് എത്ര കാലം എടുക്കണം? ഇതിൻ്റെ പണച്ചെലവ്, ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ അപമാനങ്ങൾ, ഇതൊക്കെ സഹിക്കണ്ട. എന്തായാലും ഈ ഒരു വേദിയിൽ ഇത് പങ്കുവച്ചു. അയാൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാനും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താനും ഒക്കെ റെഡിയാണ്. തന്നെയല്ല, അവരുടെ ജീവിതം തുടർന്ന് പോകാൻ നിയമപരമായിട്ട് പോകാനുള്ള അവസരങ്ങൾ അയാളെ നിങ്ങൾക്ക് നിയമപരമായിട്ട് വിവാഹം കഴിച്ച് നിങ്ങൾക്കൊരു ജീവിതം കിട്ടും. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ജോയിന്റ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡൈവോഴ്സ് കിട്ടും.
കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അയാൾ ഇവിടെ ഒരു തീർപ്പോട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അതിന് മാറ്റം ഉണ്ടാവില്ല. 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വളരും, നിങ്ങളുടെ കൂടെയും വളരും, അദ്ദേഹത്തിൻ്റെ കൂടെയും വളരും. ഇതിനകത്ത് ഒരു ഈഗോയും ഇല്ലാതെ അയാൾ പറഞ്ഞു കഴിഞ്ഞു, അവളുടെ ഇഷ്ടത്തിനൊരു ജീവിതം അവൾ തിരഞ്ഞെടുത്തു, ഞാനത് ശല്യം ചെയ്യുന്നില്ല. പക്ഷെ കുഞ്ഞുങ്ങളിങ്ങനെ രണ്ടും 2 ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കണ്ട. 2 പേരുടെ സ്നേഹം കിട്ടിക്കോട്ടെ എന്നൊരു മര്യാദക്ക് എങ്ങനെ ഒരു വാക്കും പറഞ്ഞു. അതിനും അപ്പുറത്ത് തെറ്റുകളെല്ലാം നിങ്ങൾ ചെയ്തിട്ട് പിന്നെയും നിങ്ങൾ ഈ കടിച്ചു കിടക്കുന്നതിൽ എന്ത് ന്യായമാണ് സീത ഉള്ളത്? എന്താണ് ന്യായമുള്ളത്? അയാൾ നിങ്ങളെ കല്യാണം കഴിച്ചത് മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അയാളുടെ അമ്മ ഡിമാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അയാൾ ഡിമാൻഡ് ചെയ്ത് ഇത്രയും സ്ത്രീധനം തന്ന് കല്യാണം കഴിച്ച് നീ വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? എന്തായാലും മെച്ചപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ ഒരു 10 പവൻ സ്വർണ്ണമെങ്കിലും ഇട്ട് അയാൾ കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ചിന്തിച്ച് വേണം നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. അല്ല ഞാൻ വരത്തില്ല, കയറി വരുമ്പോഴേ വരത്തില്ല പറഞ്ഞുകൊണ്ട് ആ വരത്തില്ല മാറ്റേ, അതിനൊരു മാറ്റം വരുത്തേ. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കേ, ഭവിഷ്യത്തുകളും കൂടെ ആലോചിക്കൂ, കുട്ടിയുടെ ഭാവി ആലോചിക്കൂ. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് ഒരു ചലനവും ഇല്ലെന്നരിൽ വി വിൽ ക്ലോസ് ദ ചാപ്റ്റർ. വിൽ പ്രൊസീഡ്. അനീഷേ, എനിക്ക് എന്റെ പിള്ളേരെ വേണം. നിങ്ങളുടെ പിള്ളേരെ ആരും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ അല്ല സുനിതേ, നിങ്ങളുടെ പിള്ളേരെന്ന് നിങ്ങൾ പിള്ളേരെന്ന് പറയുകയേ വേണ്ടേ. 2 കൊല്ലം നിങ്ങൾ ആ കൊച്ചിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് ഈ ലോകം മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ 2 കൊല്ലം നിങ്ങൾക്ക് അനീഷിൻ്റെ അടുത്തുള്ള സൗഖ്യം മാത്രം മതിയായിരുന്നു. ആ കൊച്ചവിടെ ജീവിക്കുക. ഒരു പെങ്കൊച്ചിനെ മാത്രം എടുത്ത് എനിക്ക് എൻ്റെ പിള്ളേരെ വേണമെന്ന് ഇപ്പം പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? അയാൾ എടുത്തുകൊണ്ടെന്ന് അമേരിക്കയിൽ കൊണ്ടുപോകുന്നു കൊച്ചിനെ, അതോ ഉഗാണ്ടയിലോട്ട് പോകുന്നു? അവിടെ തൊട്ടടുത്ത് വലിയ ദൂരമില്ലാത്തൊരു സ്ഥലം. ആ കുഞ്ഞിനെ അവരുടെ വീട്ടിലുള്ളവർ നോക്കും, പഠിപ്പിക്കും. നിങ്ങൾക്ക് എപ്പോൾ കാണണമെങ്കിലും അവിടെ പോയി കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാം.